വിശ്വാസികളായ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഒരു മുഖ്യ ശത്രുവാണ് പിശാച്. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്നു, പിന്തുടരുന്നു, ശ്രദ്ധിക്കുന്നു. 1 പത്രോസ് 5:8 ബൈബിൾ പറയുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പിൻ, കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിരന്തരം അവസരം അന്വേഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബ് 1-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാർ കർത്താവിൻ്റെ മുമ്പാകെ ഹാജരാകാൻ വന്ന ഒരു ദിവസമുണ്ടായിരുന്നുവെന്നും അവരുടെ ഇടയിൽ സാത്താൻ വന്നുവെന്നും നാം വായിക്കുന്നു. പിന്നെ കർത്താവും സാത്താനും തമ്മിൽ രസകരമായ ഒരു സംഭാഷണം നടന്നു. നീ എവിടെ നിന്നാണ് വന്നത് എന്ന് കർത്താവ് ചോദിച്ചു. ഭൂമിയിൽ ചുറ്റി നടന്ന് അതിൽ കയറി നടന്ന് സാത്താൻ മറുപടി പറഞ്ഞു. താൻ എന്താണ് ചെയ്തിരുന്നതെന്ന് പിശാച് പറഞ്ഞത് ശ്രദ്ധിക്കുക. അവൻ ഭൂമിയിലുടനീളം നടന്നു, നിരീക്ഷിച്ചു, അന്വേഷിച്ചു. വിശ്വാസികളായ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ മാത്രമേ നമ്മളെ നിരീക്ഷിക്കുന്നുള്ളൂ എന്നാണ്. അത് സത്യമാണെങ്കിലും പിശാചും അവൻ്റെ ഭൂതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നാശം വിതയ്ക്കാനുള്ള അവസരങ്ങൾ തേടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. എഫേസ്യർ 4:27 നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പിശാചിന് ഇടം നൽകരുത്. നമ്മുടെ വീടുകളിലോ ജീവിതത്തിലോ ഒരിക്കലും അവന് ഇടം നൽകരുത്. ഇനി ആളുകൾ അറിയാതെ പിശാചിന് പ്രവേശനം നൽകുകയോ അവനെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്ന ചില വഴികൾ നോക്കാം. ആദ്യത്തേത് നാവിലൂടെയാണ്. നാവിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും ശക്തിയുണ്ട്. പലപ്പോഴും കോപം, നിരാശ, അജ്ഞത അല്ലെങ്കിൽ ഒരു തമാശയായി പോലും നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾക്ക് ഭാരവും സ്വാധീനവും ഉണ്ട്. വിശ്വാസികളായ നമ്മൾ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും വേണം. നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും വേണം. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് പറയുന്നത്? നിങ്ങളുടെ നാവിൽ ശക്തിയുണ്ട്. പല വിശ്വാസികളും അറിയാതെ തന്നെ അവരുടെ വേദന, രോഗം, പോരാട്ടങ്ങൾ എന്നിവയെ കാൽപ്പനികവൽക്കരിക്കുകയും അവയെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ സ്ഥിരമായ ഭാഗങ്ങളായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ തലവേദന വീണ്ടും ആരംഭിച്ചു എന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് എപ്പോഴാണ് നിങ്ങളുടെ തലവേദനയായി മാറിയത്? മറ്റുള്ളവർ പറയുന്നു, എനിക്കിടയ്ക്കിടെ വേദന അനുഭവപ്പെടുന്നത് സാധാരണമാണ്. അത് തിരിച്ചറിയാതെ അവർ വായ ഉപയോഗിച്ച് രോഗം ഏറ്റുപറയുകയും സാധാരണ നിലയിലാക്കുകയും ചെയ്യുന്നു. ശത്രു ഈ ഏറ്റുപറച്ചിലുകൾ ശ്രദ്ധിക്കുകയും അവയിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തലവേദന എൻ്റെ തലവേദനയായി മാറേണ്ടത് എന്തുകൊണ്ട്? അങ്ങനെ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടേതല്ലാത്ത ഒന്നിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. മറ്റൊരു സാധാരണ പ്രസ്താവന എനിക്ക് ചാകുന്നിടം വരെ അസുഖമാണ് എന്നതാണ്. ദൈവത്തിൻ്റെ പൈതലെ, അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ വാക്കുകൾ എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങൾക്കറിയില്ല. ജീവിതവും മരണവും നാവിൻ്റെ ശക്തിയിലാണെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ മേൽ നിഷേധാത്മക വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ നിരുത്സാഹത്തിനും രോഗത്തിനും പരാജയത്തിനും വാതിൽ തുറക്കുകയാണ്. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. പിശാച് ശക്തനാണ്, പക്ഷേ പല വിശ്വാസികളും കരുതുന്ന അത്ര അധികാരം അവനില്ല. മിക്ക ക്രിസ്ത്യാനികളെക്കാളും നന്നായി അവൻ ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കുന്നു. അവൻ സൂക്ഷ്മബുദ്ധിയും ക്ഷമയുള്ളവനും അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയുന്നവനുമാണ്. ഹോശേയ 4:6 പറയുന്നു, എൻ്റെ ജനം അറിവില്ലായ്മ കൊണ്ടാണ് നശിപ്പിക്കപ്പെടുന്നത്. ദൈവവചനത്തിലുടനീളം കാണപ്പെടുന്ന ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കാത്തതിനാൽ പല വിശ്വാസികളും കഷ്ടപ്പെടുന്നു. വിജയകരമായ ജീവിതം നയിക്കാൻ നമുക്ക് ആവശ്യമായ ജ്ഞാനവും സത്യവും ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നു. പിശാചിന് ഇടം നൽകാൻ നാം വിസമ്മതിച്ചാൽ അവന് നമ്മുടെ ജീവിതത്തിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നു വരാൻ കഴിയില്ല. അവന് ഒരു തുറക്കൽ ആവശ്യമാണ്. നാം അറിയാതെ അവന് ആ തുറക്കൽ നൽകുന്ന ഒരു മാർഗം നെഗറ്റീവ് ഏറ്റുപറച്ചിലുകളാണ്. നാവ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവങ്ങളിൽ ഒന്നായിരിക്കാം, പക്ഷേ അത് അവിശ്വസനീയമാം വിധം ശക്തമാണ്. അതിന് പണിയാനോ തകർക്കാനോ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിവുണ്ട്. നാം നിരന്തരം സംസാരിക്കുന്ന വാക്കുകൾ പലപ്പോഴും നാം ഒടുവിൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്നു. എഫേസ്യർ 4:29 പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്ന് ഒരു ദുഷിച്ച സംസാരവും പുറപ്പെടരുത്, മറിച്ച് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മിക വർധനയ്ക്ക് വേണ്ടിയുള്ള നല്ല വാക്കുകൾ മാത്രം പുറപ്പെടട്ടെ. നമ്മൾ ആവർത്തിച്ച് ഏറ്റുപറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമുണ്ട്. പിശാചും അവൻ്റെ ഏജന്റുമാരും തന്ത്രശാലികളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള കവാടങ്ങളായി അവർ പലപ്പോഴും നമ്മുടെ സ്വന്തം വാക്കുകളെ ഉപയോഗിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നാവിന് ശക്തിയുണ്ട്. നിങ്ങൾക്ക് നിരുത്സാഹവും നിങ്ങളെക്കുറിച്ച് നിഷേധാത്മകമായി സംസാരിക്കാൻ പ്രലോഭനവും തോന്നുമ്പോഴെല്ലാം
പകരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഏറ്റുപറയാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ വേണ്ടത്ര നല്ലവനല്ലെന്ന് പറയുന്നത് നിർത്തുക. നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നത് നിർത്തുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരാജയം പറയുന്നത് നിർത്തുക. ദൈവത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ എതിരാളി എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവസരം നൽകിയേക്കാവുന്ന അശ്രദ്ധവും ദൈവവിരുദ്ധവുമായ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണെന്നും നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുക. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. ശപിക്കപ്പെട്ട വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് ആളുകൾ ശത്രുവിനെ ക്ഷണിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം വസിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്ന ഒരു അന്തരീക്ഷം നാം സൃഷ്ടിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഞാൻ വിശുദ്ധനായതിനാൽ വിശുദ്ധരായിരിക്കുക. ചിലർ ഇത് പഴയ നിയമ തത്വം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞേക്കാം. അത് ഇന്ന് ബാധകമല്ല. പക്ഷേ വിശുദ്ധി ഇപ്പോഴും പ്രധാനമാണ്. സ്വയം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്? പല വിശ്വാസികളും അവരുടെ വീടുകളിൽ പ്രതിമകൾ, വിഗ്രഹങ്ങൾ, ചിഹ്നങ്ങൾ, സംശയാസ്പദമായ ഉത്ഭവമുള്ള വസ്തുക്കൾ എന്നിവ കൊണ്ട് നിറയ്ക്കുന്നു. എല്ലാം ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പേരിൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ ആത്മീയ അന്തരീക്ഷത്തേക്കാൾ അലങ്കാരം പ്രധാനമാണോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണോ ഇത്? നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് പരിശോധിക്കാൻ സമയമെടുക്കുക. ആവർത്തന പുസ്തകം 7:25-26 വാക്യങ്ങളിൽ പറയുന്നു, അവരുടെ ദേവന്മാരുടെ കൊത്തിയുണ്ടാക്കിയ പ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കരുത്. നിങ്ങളതിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്കായി എടുക്കരുത്. അതുപോലെ നാശത്തിന് വിധേയമാകാതിരിക്കേണ്ടതിന് മ്ലേച്ഛമായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരികയും അശേഷം വെറുക്കുകയും വേണം. കാരണം അത് ശപിക്കപ്പെട്ട കാര്യമാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. മ്ലേച്ഛമായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരരുത്. പലരും അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നത് അവ മനോഹരമാണെന്നതുകൊണ്ട് മാത്രമാണ്. അവയുടെ ഉത്ഭവം, പ്രതീകാത്മകത, ആത്മീയ പ്രാധാന്യം എന്നിവ ഒരിക്കലും പരിഗണിക്കുന്നില്ല. അത് ആഭരണമായാലും കലാസൃഷ്ടിയായാലും പ്രതിമകളായാലും അലങ്കാര വസ്തുക്കളായാലും നമ്മുടെ വീടുകളിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നതിന് മുമ്പ് നാം ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കണം. സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്ത് അനുവദിക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വിവേകത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് വെളിപ്പെടുത്താൻ ദൈവത്തോട് അപേക്ഷിക്കുക. ചില വസ്തുക്കൾ അറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ആത്മീയ പീഡനമോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രകടനങ്ങളോ മറ്റ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവങ്ങളോ അനുഭവിച്ച നിരവധി ആളുകളുടെ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. അവസാനമായി, ശത്രുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുന്ന മറ്റൊരു വാതിൽ കൂടി നമുക്ക് പരിഗണിക്കാം. ആ വാതിൽ ശാഠ്യമാണ്. ശാസ്ത്രിമാരിലും മതനേതാക്കളിലും വ്യക്തമായൊരു ഉദാഹരണം കാണാം. സ്തേഫാനോസ് അവരെ ഇങ്ങനെ വിവരിച്ചു: ശാഠ്യക്കാരും ഹൃദയത്തിലും ചെവിയിലും പരിച്ഛേദന ഇല്ലാത്തവരുമായ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിങ്ങളും അങ്ങനെ തന്നെ. ദൈവവചനം എന്താണ് പറയുന്നതെന്ന് പലർക്കും അറിയാം. ദൈവം അവരോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് അവർക്കറിയാം. എന്നിട്ടും അവർ ശാഠ്യക്കാരായി തുടരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പകരം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു തുറന്ന ജീവിതമാണ് നയിക്കുന്നത്. നമ്മുടെ സംരക്ഷണത്തിനും പ്രയോജനത്തിനുമായി ദൈവം തൻ്റെ വചനം നമുക്ക് നൽകി. അതുപോലെ തിരുവെഴുത്തിൻ്റെ രചയിതാവായ പരിശുദ്ധാത്മാവിന് വഴങ്ങാൻ നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മീയമായി ദുർബലരാക്കുകയാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നാം നിരന്തരം പരിശുദ്ധാത്മാവിന് കീഴടങ്ങുകയും അവൻ്റെ നടത്തിപ്പ് പിന്തുടരുകയും വേണം. ശത്രുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകാൻ സാധ്യതയുള്ള 3 വാതിലുകളെക്കുറിച്ച് ഇന്ന് നമ്മൾ പരിശോധിച്ചു. നമ്മുടെ നാവിൻ്റെ അശ്രദ്ധമായ ഉപയോഗം, സംശയാസ്പദമായതോ ശപിക്കപ്പെട്ടതോ ആയ വസ്തുക്കൾ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക, ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും ശാഠ്യപൂർവ്വം ചെറുക്കുക. എഫേസ്യർ 4:27 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പിശാചിന് ഇടം നൽകരുത്. ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും വീടുകളെയും വാക്കുകളെയും അനുസരണത്തെയും കാത്തു സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും വീഡിയോ ലൈക്ക് ചെയ്ത് അനേകർക്ക് ഇത് ഷെയർ ചെയ്യുമല്ലോ.